ഒരു സാമന്ത രാജാവിൻ്റെ ദൂതൻ ഈ വിപശ്ചിത് എന്നുള്ള രാജാവിനെ അല്ലെങ്കിൽ ചക്രവർത്തിയെ കാണാനെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് വേറൊരു ദൂതൻ വാതിൽക്കൽ എത്തിയതായി ദ്വാരപാലകൻ രാജാവിനെ അറിയിച്ചു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഉത്തരാശാബലാധ്യക്ഷോ ദേവദ്വാര്യവതിഷ്ഠതി കാക്ഷന്തി അബ്ജമിവാർക്കസ്യ ദേവദേവസ്യ ദർശനം. ദേവദേവൻ എന്ന് പറഞ്ഞാൽ പ്രഭു, സർവേശ്വരൻ, ഈശ്വരതുല്യനാണ് രാജാവ് എന്നൊക്കെയാണ്. പ്രത്യക്ഷ ദൈവതം എന്നാണ്. രാജാവ് പ്രത്യക്ഷമായ ഈശ്വരനാണ്. പ്രജകളെ സംരക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് രാജാവിനെ കണ്ടാൽ പുണ്യം കിട്ടും, സ്വാമിയെ കണ്ടാൽ പുണ്യം കിട്ടും എന്ന് പറയുന്നത് പോലെ രാജാവിനെ കണ്ടാൽ പുണ്യം കിട്ടും എന്നൊക്കെ പഴയകാലത്ത് വിശ്വസിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ദേവദേവന് തുല്യനാണ് എന്ന് പറഞ്ഞാൽ സർവേശ്വരന് തുല്യനാണ്. ഉത്തരദിക്കിൻ്റെ സേനാധിപൻ പ്രഭോ അങ്ങയെ കാണാനായി വാതിൽക്കൽ കാത്തു നിൽക്കുന്നു. ഏതുപോലെ സൂര്യോദയത്തെ പ്രതീക്ഷിച്ച് താമര കാത്തിരിക്കുന്നത് പോലെ. ഇപ്പോൾ രാജാവ് പറഞ്ഞു, രാജോവാച ഗച്ഛാ വിലംബിതം താവദേനമേവ പ്രവേശയ ജാനീമഹ്കിം ദിഗന്തേഷു വൃത്തം വൃത്താന്ത സംശ്രവാത്. ചെന്ന് അദ്ദേഹത്തെ ഉടനെ തന്നെ ഉള്ളിലേക്ക് ആനയിക്കൂ. ആദ്യം അനുവാദം ചോദിക്കാനാണ് വന്നത്. ഇതൊന്നും എൻ്റെ അടുത്ത് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഉള്ളിലേക്ക് വരാൻ പറയൂ. ദിഗന്തങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിദൂരദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ സാമന്ത രാജാക്കന്മാരെയെല്ലാം ശത്രുസൈന്യം പരാജയപ്പെടുത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്താണ് വാർത്തകൾ എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയട്ടെ. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷിയാണ് ഇനി പറയുന്നത്. ഇത്യുക്ത ഉത്തരാശേഷം പ്രതിഹാരപ്രവേശിതം പ്രണാമ പരമഗ്രേസൗ രാജാ പശ്യദ്ബലാധിപം. ഇങ്ങനെ ആ ഉത്തരദിക്കിൻ്റെ സേനാധ്യക്ഷനെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉള്ളിലേക്ക് വന്നു. പ്രണാമപരം രാജാവിനെ കുമ്പിട്ട് നിന്നു, വണങ്ങി നിന്നു. അങ്ങനെ വിനയാന്വിതനായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ബലാധിപനെ, ബലമെന്ന് പറഞ്ഞാൽ സൈന്യം, ആ സേനാധിപനെ രാജാവ് കണ്ടു. വന്ന ദൂതൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം മുഴുവൻ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ് ചോര ഇങ്ങനെ വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദൂതനല്ല, അങ്ങനെയുള്ള ആ ഉത്തര ദിക്കിൻ്റെ സേനാധിപനാണ് രാജാവിനെ കാണാനെത്തിയത്. അപ്പോൾ രാജാവ് ആ സൈന്യാധിപനെ ഉള്ളിൽ വരാൻ അനുവദിച്ചപ്പോൾ ഇത് രാജ്ഞാ ഉക്തേ സതി പ്രതിഹാരപ്രവേശിതം ഉത്തരാശേഷം അഗ്രേ പ്രണാമപരം രാജാ പശ്യതി. തൻ്റെ മുമ്പിൽ താണു വണങ്ങി നിൽക്കുന്ന ആ സേനാനായകനെ രാജാവ് കണ്ടു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ക്ഷതവിക്ഷത സർവാംഗമംഗമംഗേഷു സന്തതം ശ്വാസാകുലം വമദ്രക്തം ധൈര്യേണാബല നിർജിതം. ക്ഷതവിക്ഷത സർവാംഗം, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്. ആയുധങ്ങളും അമ്പും ഒക്കെ കൊണ്ട് ശരീരം മുഴുവൻ മുറിവേറ്റിരിക്കുന്നു. ആ മുറിവിൽ നിന്ന് ചോര വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വാസാകുലം, അദ്ദേഹം വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവൻ രക്തം വാർന്നൊലിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ആ സേനാധിപൻ. സപ്രണമ്യ ത്വരായുക്തമുവാചേതമുപക്രമം സംസ്തഭ്യാംഗവ്യധാമാശു സന്തതോച്ഛ്വാസമുച്ഛ്വസന്. ആ സേനാനായകൻ വളരെ സംഭ്രമത്തോടുകൂടി രാജാവിനെ പ്രണമിച്ചിട്ട് ഇങ്ങനെ പറയാൻ ആരംഭിച്ചു. സംസ്തഭ്യ അംഗവ്യഥാമാശു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ വല്ലാത്ത വേദന അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന്
വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വേദനയൊക്കെ കടിച്ചമർത്തിക്കൊണ്ടാണ്, അതുപോലെ അങ്ങേയറ്റം ശ്വാസം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഒരവസ്ഥയോടുകൂടി ആ സേനാധിപൻ രാജാവിനോട് പറഞ്ഞു, സധൈര്യേണ അംഗവ്യഥാം സംസ്തഭ്യ പ്രണമ്യ അയം വക്ഷ്യമാണ ഉപക്രമോ യസ്മിൻ സ്ഥിതം ഉപക്രമം വാക്യമുവാച. ആദ്യമായി അദ്ദേഹം വിഷയത്തിൻ്റെ ഉപക്രമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു മുഖവുരയുണ്ടല്ലോ, ഒരു മുഖവുരയോടുകൂടി ആ സേനാധിപൻ പറയാൻ ആരംഭിച്ചു. ബലാധ്യക്ഷ ഉവാച ദേവത്രയോപി ദിക്പാല ബലേന ബഹുനാ സഹ ത്വദാജ്ഞയേവ നിർജേതും യമപുരം ഗതാഹ. അല്ലയോ പ്രഭോ, അങ്ങ് നിയോഗിച്ചിരുന്ന 3 ദിക്കിൻ്റെ അധിപന്മാർ, 3 സാമന്ത രാജാക്കന്മാർ വലിയ ഒരു സൈന്യത്താൽ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ 3 പേരും യമപുരി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 3 പേരും മരിച്ചു കഴിഞ്ഞു. തദ്ദേശപാലനാദ്യർത്ഥം അശക്തം മാമിമം തതഃ അനുദ്രവന്തോ ബഹവോ ഭൂപാഃ പ്രാപ്താ ബലാദിഹ. പാലനാദ്യർത്ഥം അശക്തം, അവരവരുടെ ദേശത്തെ പാലിക്കാൻ അവർ അശക്തരായി തീർന്നിരിക്കുന്നു. അങ്ങനെ ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്ത് അവർ 3 പേരും മരിച്ചുപോയി. ഞാൻ ഒരു സൈന്യത്തിൻ്റെ സേനാനായകനാണ്, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു. എന്നെ പിന്തുടർന്ന് ധാരാളം സൈനികന്മാരും മറ്റ് രാജാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ജീവനും കൊണ്ട് ഓടി വന്നിരിക്കുകയാണ്. ഈ രാജാവ്, അതായത് ചക്രവർത്തി രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവിടുന്ന് ഓടി വന്നിരിക്കുകയാണ്. മഹത് പരബലം പ്രാപ്തമിതം ദേവസ്യ മണ്ഡലം വിധീയതാം തഥാ പ്രാപ്തം ന ദേവസ്യാസ്തി ദുർജയം. പരബലം, ശത്രുക്കളുടെ സൈന്യം അത് വളരെ വലുതാണ്. അത് അങ്ങയുടെ രാജ്യത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. വിധീയതാം തഥാ പ്രാപ്തം, എന്താണ് യുക്തം എന്നുള്ളത് അങ്ങ് തീരുമാനിച്ച് നടപ്പിലാക്കുക. ന ദേവസ്യാസ്തി ദുർജയം, അങ്ങേക്ക് ജയിക്കാൻ പറ്റാത്തവരായി ആരുമില്ല. കാരണം അങ്ങ് ഒരു വലിയ സൈന്യത്തിൻ്റെ അധിപനാണ്, പരാക്രമിയുമാണ്. അതുകൊണ്ട് അങ്ങേക്ക് ജയിക്കാൻ കഴിയാത്തവരായി ആരുമില്ല. അതുകൊണ്ട് എന്താണ് യുക്തം എന്ന് വെച്ചാൽ അത് അങ്ങ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. പ്രാപ്തം പരബലം തഥാ തന്നിർജിതാസ്മാത് ബലവത് ദുർദശാപ്രാപ്തം വിധീയത. ഞങ്ങളുടെ സൈന്യമൊക്കെ ചിന്നിച്ചിതറിക്കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നവർ അവരുടെ ജീവൻ രക്ഷിക്കാനായി എൻ്റെ പുറകെ ഓടി വരുന്നുണ്ട്. ശ്രീ വസിഷ്ഠ ഉവാച. ഇനി വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത്. അത തസ്മിൻ വദത്യേവം ആർത്തിമത്യാജിവിക്ഷത്തെ സഹസൈവാഭ്യുവാചേദം പ്രവിശ്യ പുരുഷോപരഃ. ഈ രണ്ടാമത്തെ വ്യക്തി, അതായത് സേനാധ്യക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ അവിടെ കയറി വരികയാണ്. മൂന്നാമത്തെ ആൾ, അയാൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഈ രണ്ടാമത് വന്ന വ്യക്തി തന്നെ, ആ സേനാനായകൻ തന്നെ ശരീരം മുഴുവൻ രക്തം വാർന്നൊലിച്ചുകൊണ്ടാണ് വന്നത്. യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് മുറിവേറ്റാണ് ജീവനും കൊണ്ട് ഓടിയെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അപരഹാ പുരുഷ പ്രവിശ്യ, മൂന്നാമതൊരാൾ ആ രാജസഭയിലേക്ക് കടന്നു വന്നു. പുരുഷാമണ്ഡലസ്യാസ്യ വിപുലാ ദലലീലയാ സ്ഥിതാന്യരിബലാന്യുച്ചൈശ്ചതുർദിക്കം നരേശ്വര. ഈ രാജ്യത്തെ മുഴുവൻ ശത്രുക്കൾ വളഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതായത് ഈ ചക്രവർത്തിയുടെ ആ നഗരത്തിൻ്റെ അതിർത്തിയിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു.
വലിയ ഒരു സേന ഈ ശത്രുക്കൾക്കുണ്ട്. നമ്മുടെ സൈന്യത്തെക്കാളും വളരെ വലുതാണ്. 4 ദിക്കും അവർ വളഞ്ഞു കഴിഞ്ഞു. അതായത് ഈ ചക്രവർത്തിയുടെ രാജ്യത്തെ ആ ശത്രു സൈന്യം വളഞ്ഞു കഴിഞ്ഞു എന്നറിയിക്കാനാണ് ആ 3-ാമത്തെ ദൂതൻ എത്തിയത്. കചചക്ര ഗദാപ്രാസകുന്ദ കാനനകാന്തിഭിഃ വലിതാനോരിഭിർ ഭൂമിർ ലോകാലോകതടൈരിവ. ഒരു വലിയ സൈന്യം കചചക്ര ഗദാപ്രാസകുന്ദ കാനനകാന്തിഭിഃ, പലതരം ആയുധങ്ങൾ കയ്യിലേന്തിയ ഭടന്മാരാണ് ഈ നഗരത്തെ വളഞ്ഞിരിക്കുന്നത്. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? തിളങ്ങുന്ന പ്രകാശിക്കുന്ന ചക്രം, ഗദ, കുന്തം, ഇങ്ങനെയുള്ള മാരകായുധങ്ങൾ അവരുടെ കൈകളിലുണ്ട്. നമ്മൾ ശത്രു സൈന്യത്താൽ വലയം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. യോദ്ധ്രംഗാശ്ചലത് പരികരാകുലാഹ വിസരന്തി രഥാസ്തത്ര പ്രൗഢീന ത്രിപുരൗഘവത്. ശത്രുക്കളുടെ ആ സൈന്യം അവരുടെ പതാകയും പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഓരോ കൊടിയുണ്ടല്ലോ. ഈ രാജാക്കന്മാർക്കാണ് പണ്ട് ഈ കൊടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പാർട്ടികൾ ഏറ്റെടുത്തു. ഓരോ പാർട്ടിക്കും ഓരോ വർണ്ണത്തിലുള്ള കൊടിയാണ്. പണ്ട് ആ കൊടിക്കൂറയിലുള്ള ആ അടയാളം, കൊടി അടയാളം കണ്ടാൽ തന്നെ ഇത് ഏത് രാജാവിൻ്റെ സൈന്യമാണ്, ആരുടെ പതാകയാണ് എന്നറിയാൻ പറ്റും. ഓരോരുത്തർക്കും തനതായ ഒരു കൊടി അടയാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ പതാകകളോടും ആയുധങ്ങളോടും കൂടി യോദ്ധാക്കൾ നമ്മുടെ നഗരത്തെ വളഞ്ഞു കഴിഞ്ഞു. വിസരന്തി രഥാസ്തത്ര, രഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ശത്രുക്കളുടെ തേരാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഓടുന്നത്. പ്രോഡീന ത്രിപുരൗഘവത്. ത്രിപുരം എന്ന് പറഞ്ഞാൽ ഭൂമി, സ്വർഗം, പാതാളം, ഈ 3 ലോകങ്ങളും ആകാശത്തിൽ പറക്കുന്നത് പോലെ അതിശക്തമായ ആ രഥവേഗം കൊണ്ട് ഭൂമി മുഴുവൻ ചലിക്കുകയാണ്. കരാനുന്നാമയന്തഃ മാംസവൃക്ഷവനോപമാഃ ബൃംഹന്തി വാരണവ്യൂഹ വർഷാവാരിതവൃന്ദവത്. കരാനുഗ്രാൻ നാമയന്തഃ, ഒരു വലിയ ആനപ്പടയും അവരുടെ പക്കലുണ്ട് ശത്രുക്കളുടെ അടുത്ത്. ആ ആനകളൊക്കെ തുമ്പിക്കൈ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തി ചിഹ്നം വിളിക്കുന്നുണ്ട്. മാംസവൃക്ഷവനോപമാഹ, ഒരു വലിയ ഗജസൈന്യം മാംസം കൊണ്ടുണ്ടാക്കിയ വൃക്ഷങ്ങളെപ്പോലെ ഭീമാകാരം ആയ ശരീരങ്ങളോടുകൂടി ആനകൾ ഈ രാജ്യത്ത് എത്തിക്കഴിഞ്ഞു. ബൃംഹന്തി വാരണവ്യൂഹാഹ, ഒരാനപ്പട. വർഷാവാരിത വൃന്ദവത്, മഴക്കാലത്ത് ആകാശത്തിൽ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ എന്ന പോലെ ഈ ആനകൾ നമ്മെ വലയം ചെയ്തു കഴിഞ്ഞു. നതോന്നതാനി കുർവന്ത സ്പന്ദേനോർവീനതോന്നതൈഃ ഹേഷന്തേഹയ സംഘാതാവാദസ്പന്ദ മഹാബ്ധിവത്. ഈ വർണ്ണനയൊന്നും നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. ഇതിൽ താത്വികമായ അംശമൊന്നുമില്ല. വേഗത്തിൽ വായിച്ചു പോകാം. നതോന്നതാനി കുർവന്ത സ്പന്ദേന ഉർവീനതോന്നതൈഃ. ഈ കുതിരകളും ആനകളുമൊക്കെ അതിവേഗത്തിൽ ഓടുമ്പോൾ ഭൂമി തന്നെ നടുങ്ങുകയാണ്. ഭൂമി കുഴിയുന്നു. ഒരു സ്ഥലത്ത് ഭൂമി കുഴിയുന്നു, വേറൊരു സ്ഥലത്ത് ഭൂഭാഗം ഉയരുന്നു. ഹേഷന്തേ ഹയസംഘാതാഹ, കുതിരകളുടെ കൂട്ടം ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു. വാദസ്പന്ദ മഹാബ്ധിവത്, കൊടുങ്കാറ്റുകൊണ്ട് ചലിപ്പിക്കപ്പെടുന്ന കടല് പോലെ ഒരു വലിയ സൈന്യം നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു.
രസന്തി തുരകാപുരാഹ ഭേനില ആവർത്തപാദിനഃ സർവതോവലയാകാര ലവണാർണവവാരിവത്. രസന്തി തുരകാപുരാഹ. തുരകങ്ങൾ കുതിരകൾ. കുതിരകളുടെ ഒരു കുതിരപ്പട അത് എത്തിക്കഴിഞ്ഞു. ഭേനിലാവർത്തപാദിനഃ. കുതിരകളുടെ വായിൽ നിന്നും ഇങ്ങനെ പത പുറത്തേക്ക് വരികയാണ്. ആ പത സർവ്വദിക്കിലും വ്യാപിച്ച് നമ്മുടെ നഗരത്തെ സമുദ്രം തന്നെ വലയം ചെയ്തതുപോലെ തോന്നുന്നു. അത്ര ഭീകരമായ ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. ആകാശകാന്തി സന്നാഹൈർദിശം പ്രതിബലം ബലം ഉദേത്യലഘുകല്ലോലൈഃ പ്രളയാർണവപൂരവത്. ആകാശകാന്തി സന്നാഹൈഃ ദിശം പ്രതി ബലം ബലം. ഈ യോദ്ധാക്കളുടെ കയ്യിലുള്ള മിന്നുന്ന വാളും പരിചയും ഈട്ടിയും കുന്തവും ഇതൊക്കെ കൊണ്ട് ആകാശം പ്രകാശമയമായി തീർന്നിരിക്കുന്നു. ഉദേത്യലഘുകല്ലോലൈഃ പ്രളയാർണവപൂരവത്. പ്രളയകാലത്തെ സമുദ്രമെന്ന പോലെ ഒരു വല്ലാത്ത ചലനം നാലു ഭാഗത്തും കാണാനുണ്ട്. ശരാസ്ത്രശസ്ത്രസന്നാഹ മുകുടാഭരണത്വിഷഃ കചന്തി ത്വത്പ്രതാപാഗ്നേർജ്വാലാ ഇവ തദംഗഗാഃ. ശരം, അസ്ത്രം, ശസ്ത്രം ഇവയുടെ സന്നാഹത്തോടു കൂടിയാണ് ശത്രുക്കൾ എത്തിയിരിക്കുന്നത്. അവരുടെ ശിരസ്സുകളിൽ കിരീടം ധരിച്ചിട്ടുണ്ട്. ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് ഈ സൈന്യം എത്തിയിരിക്കുന്നത്. ഖചന്തി ത്വത് പ്രതാപാഗ്നേർജ്വാലാ ഇവ തദംഗഗാഃ. അവരൊക്കെ വീരന്മാരാണെന്ന് കാഴ്ചയിൽ തോന്നുന്നു. അങ്ങയുടെ യശസ്സിൻ്റെ ജ്വാല എങ്ങനെയാണോ നാല് ഭാഗത്തും വ്യാപിച്ചിട്ടുള്ളത് അതിന് സമാനമായ കാന്തിയോടുകൂടിയ യോദ്ധാക്കളാണ് നമ്മെ വളഞ്ഞിരിക്കുന്നത്. സമത്സ്യമകരവ്യൂഹാ സചക്രാവർത്തവൃത്തയഃ ഉദ്യന്തി സൈന്യസംഘട്ടൈഃ കല്ലോലാ ജലധേരിവ. സമുദ്രത്തിൽ പൊങ്ങിയും ഉയരുകയും താഴുകയും ചെയ്യുന്ന മുതലകളെപ്പോലെ ഈ ഭടന്മാർ വളരെ ശക്തിയോടുകൂടി നമ്മെ കീഴ്പ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞു. സൈന്യങ്ങൾ സംഘട്ടനത്തിലേർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ നഗരത്തെ പരിരക്ഷിക്കാനായി കുറേ പേര് രാജാവ് നിർത്തിയിട്ടുണ്ടാവുമല്ലോ. അവരുമായിട്ട് ശത്രു സൈനികർ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. പരസ്പര പരാമർശാ കുന്താദ്യായുധപങ്ക്തയഃ കോപാദിവോഗ്രഹുങ്കാരൈർജ്വലന്തി വിരടന്തി ച. പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. കുന്തം മുതലായ ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അവർ യുദ്ധം ചെയ്യുന്നു. കോപാദിവ ഉഗ്രഹുങ്കാരൈർജ്വലന്തി വിരടന്തി ച. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആനകളും കുതിരകളുമൊക്കെ ഈ ഭടന്മാരെ പോലെ തന്നെ വല്ലാതെ കോപിഷ്ഠരായിരിക്കുന്നു. ആ ജീവികളും പലതരത്തിലുള്ള ഘോര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. തസ്മാൻ മണ്ഡല സീമാന്ത ഗുൽമാദ്യുദ്ധായ ഗച്ഛത തമഹം ദേവ ഗച്ഛാമി ശക്തിഋഷ്ടി ശരസംഗതഃ. തസ്മാൻ മണ്ഡല സീമാന്ത ഗുൽമാദി യുദ്ധായ ഗച്ഛത. അതുകൊണ്ട് ഈ നഗരത്തെ നാം എന്ത് വില കൊടുത്തും പരിരക്ഷിക്കേണ്ടതുണ്ട്. അവർ ഈ നഗരത്തിനകത്ത് പ്രവേശിക്കരുത്. നഗര അതിർത്തിയിലാണ് അവരിപ്പോൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ നഗരാതിർത്തിയെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. തമഹം ദേവ ഗച്ഛാമി ശക്തിഋഷ്ടി ശരസംഗതഃ മയേഹാവേദിതം സർവം ദേവോ ജാനാത്യതഃ പരം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് പ്രഭോ. ശക്തി എന്ന് പറഞ്ഞാൽ വേല്, ഋഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ടു വശവും മൂർച്ചയുള്ള വാൾ. അതിനെയാണ് നമ്മൾ കായംകുളം വാളെന്ന് പറയുന്നത്. അതൊരു ശൈലിയാണ്. അവനൊരു കായംകുളം വാളാണെന്ന് പറഞ്ഞാൽ
ഇവിടെയും പറയും അവിടെയും പറയും. രണ്ട് സ്ഥലത്തും ചെന്ന് തമ്മിൽ അടിയുണ്ടാക്കുന്ന ആളിനെയാണ് കായംകുളം വാളെന്ന് പറയുന്നത്. അത് രണ്ടറ്റവും മൂർച്ചയുള്ള വാളാണ്. അതിനെയാണ് കായംകുളം വാളെന്ന് പറയുന്നത്. അതിനെയാണ് സംസ്കൃതത്തിൽ റിഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഏന്തിയ സൈനികന്മാർ നമ്മുടെ സൈന്യവുമായി അതിർത്തിയിൽ ഘോര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മയേഹാവേദിതം സർവം, എനിക്ക് ഇത്രയുമാണ് അങ്ങയോട് പറയാനുള്ളത്. ദേവോ ജാനാത്യതഃപരം, ഇനിമേൽ എന്താണ് വേണ്ടത് എന്നുള്ളത് അങ്ങ് തീരുമാനിക്കൂ. അത് അങ്ങയുടെ തീരുമാനത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഈ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ യുദ്ധമുഖത്ത് നിന്നും അങ്ങയുടെ അടുത്തെത്തിയത്. ശ്രീ വസിഷ്ഠ ഉവാച, വസിഷ്ഠ മഹർഷി വീണ്ടും പറയുന്നു, ഇത്യുക്ത്വാധ പ്രണാമം ച സകൃത്വാ ത്വരയായയൗ കൃത്വാ ഗുളുഗുളാരാവം ശാന്തോ വേചിരിവാംബുധേഹ. ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവിനെ ഒരിക്കൽ കൂടെ പ്രണമിച്ചിട്ട് വളരെ വേഗത്തിൽ ആ സേനാധിപൻ പുറത്തേക്ക് പോയി. ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഒരല്പശബ്ദത്തേക്ക് ഗുളുഗുളാ ശബ്ദമുണ്ടാക്കിയിട്ട് തിരിച്ച് കടലിലേക്ക് തന്നെ ലയിക്കുന്ന ഒരു തിരയെപ്പോലെ. സമുദ്രത്തിലുണ്ടാകുന്ന ഒരു തിര അതിങ്ങനെ കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കും, ഒരു ഇരമ്പൽ. ആ ശബ്ദം ഒടുങ്ങി അത് വീണ്ടും കടലിലേക്ക് തന്നെ എങ്ങനെയാണോ ലയിക്കുന്നത്, അതുപോലെ അതിവേഗത്തിൽ പാഞ്ഞു വന്നു ഈ സേനാധിപൻ, വിവരം അറിയിച്ചു. എന്നിട്ട് അതുപോലെ തന്നെ വേഗത്തിൽ അദ്ദേഹം അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. സംഭ്രാന്ത മന്ത്രി നൃപയോധ നിയോഗിനാഗ നാരീരഥാശ്വപരിചാരകനാഗരൗഘം രാജ്ഞോ ഗൃഹം സ്വഭയതോലിത ഹേതിസാർദ്ധം ചണ്ഡാനിലാകുല മഹാവനതുല്യമാസീത്. സംഭ്രാന്ത മന്ത്രി നൃപയോധ നിയോഗി നാഗനാരീരഥാശ്വപരിചാരകനാഗരൗഘം. എല്ലാവരും ഭയചകിതരായിരിക്കുന്നു. മന്ത്രിമാരൊക്കെ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. രാജാവിനും ഉള്ളിൽ അല്പം ഭയം തോന്നി. യോദ്ധാക്കൾ, ഈ രാജാവിൻ്റെ ഭടന്മാർ, അവരും വല്ലാതെ ഭയചകിതരായി. ആനകൾ, ആ നഗരത്തിലുണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ, തേര്, കുതിര, പരിചാരകന്മാർ, പൗര പ്രമാണിമാർ, ഇവരെല്ലാവരും വല്ലാതെ ഭയന്നു വിറച്ചു. ഇവരെല്ലാവരും ഓടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്, രാജാവിനെയാണ് ശരണം പ്രാപിച്ചത്. ഇപ്പോൾ രാജാവിൻ്റെ ആ കൊട്ടാരം എന്ന് പറയുന്നത് ഭയചകിതരായ കുറേ ആളുകളുടെ ഒരു സമൂഹം. അവരാണ് രാജകൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരൊക്കെ ഓരോരുത്തരായി ഉള്ളിൽ പ്രവേശിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാജാവിൻ്റെ ആ കൊട്ടാരം ഏതുപോലെ, ആ രാജഗൃഹം എന്ന് ചോദിച്ചാൽ സ്വഭയതോലിത ഹേതി സാർദ്ധം. കുറേ പേര് കയ്യിൽ കിട്ടിയ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ആത്മരക്ഷയ്ക്ക് വേണ്ടി കൈ കിട്ടിയ വെട്ടുകത്തിയോ കോടാലിയോ ഒക്കെ എടുത്തോണ്ട്, കാരണം എപ്പോഴാണ് ശത്രുക്കൾ അടുത്തെത്തുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അനേകം ആയുധങ്ങൾ കയ്യിലേന്തിയ പ്രജകൾ ഈ രാജാവിൻ്റെ സഭയിൽ പ്രവേശിക്കാൻ തുടങ്ങി. ചണ്ഡാനിലാകുല മഹാവനതുല്യമാസീത്. ഇപ്പോൾ ആ രാജസദനം എങ്ങനെ കാണപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിശക്തമായ ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട ഒരു മഹാവനത്തെ പോലെ, കൊടുങ്കാറ്റടിച്ച് ഒരു വനം മുഴുവൻ എങ്ങനെയാണോ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത് അതുപോലെ വല്ലാതെ ഇളകി മറിഞ്ഞു ആ രാജസഭ. ഇങ്ങനെ വർണ്ണിക്കുന്നു. അപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് നമുക്ക് അതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ സർഗം ഈ ശ്ലോകത്തോടു കൂടി തീരുകയാണ്. ഇനി 109 സർഗം. അതും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങളെ വർണ്ണിക്കുന്ന ഒരു സർഗമാണ്. ആ സർഗത്തിൻ്റെ പേര് അഗ്നിപ്രവേശാത് ദേഹലാഭ. അഗ്നിയിൽ പ്രവേശിക്കുന്നത് വഴി ഉണ്ടാകുന്ന ദേഹലാഭം. ഒരു ശരീരം അഗ്നിയിൽ കത്തിച്ചാമ്പലാകും, പക്ഷേ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ശരീരം നേടുന്നു. ആര് എന്നുള്ളത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ആരാണ് അഗ്നിയിൽ ചാടി ജീവൻ ഒടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. ശ്രീ വസിഷ്ഠ ഉവാച ഏതസ്മിന്നന്തരേ സർവേ മന്ത്രിണോ നൃപമായയുഃ മുനയോ വാസവമിവ ദൈത്യാക്രാന്തനഭോഭുവം. ഇതിനിടയ്ക്ക് ഈ ചക്രവർത്തിയുടെ ആ രാജ്യത്തുണ്ടായിരുന്ന മന്ത്രിമാരെല്ലാവരും രാജാവിൻ്റെ അടുക്കലെത്തി. എങ്ങനെയാണ് എത്തിയത്? അസുരന്മാർ സ്വർഗത്തെ ആക്രമിക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന മുനിമാർ ദേവേന്ദ്രനെ ശരണം പ്രാപിക്കുന്നത് പോലെ. കാരണം അദ്ദേഹമാണല്ലോ അവരെ രക്ഷിക്കേണ്ടത്. അപ്പോൾ വാസവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്റ്ററല്ല, ഒരു മിനിസ്റ്ററുണ്ട് നമുക്ക് വാസവൻ എന്ന് പറഞ്ഞിട്ട്. വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ഇന്ദ്രനെ സ്വർഗലോകവാസികളായ മുനികൾ അസുരന്മാർ പടപ്പുറപ്പാട് നടത്തുമ്പോൾ എങ്ങനെയാണോ ശരണം പ്രാപിക്കുന്നത്, അതുപോലെ രാജാവിൻ്റെ അടുക്കൽ എത്തി. ദൈത്യൈരാക്രാന്തേ നഭശ്ച ഭൂശ്ചേത്യേതേ യസ്യ നഭസി ഭവതീതി നഭോഭൂഹു സ്വർഗലോകോ യസ്യ തഥാവിധം വാസവം മുനയഃ ഇവ. സ്വർഗത്തെയും ഭൂമിയെയും ഒരേ സമയത്ത് അസുരന്മാർ ആക്രമിച്ചാൽ ഈ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള മുനിമാർ എങ്ങനെ ഇന്ദ്രനെ ശരണം പ്രാപിക്കുമോ? ഇനി അങ്ങനെ ആ അർത്ഥമല്ലെങ്കിൽ നഭോഭൂഹു എന്നുള്ളതിന് നഭസ്സിലുള്ള ലോകം, ആകാശത്തിലുള്ള ലോകം, അതായത് സ്വർഗമെന്നർത്ഥം. സ്വർഗത്തെ അസുരന്മാർ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വർഗവാസികളായ മുനിമാർ ഇന്ദ്രനെ ശരണം പ്രാപിക്കുന്നത് പോലെ ഈ രാജാവിൻ്റെ മന്ത്രിമാർ രാജാവിനെ ശരണം പ്രാപിച്ചു. മന്ത്രിണവൂചുഹു. ഈ മന്ത്രിമാരെന്താണ് രാജാവിനോട് ഉണർത്തിച്ചത്? ദേവനിർണീതമസ്മാഭിർയാവന്ന വിഷയോരയഃ ത്രയാണാമപ്യുപായാനാം ദണ്ഡസ്തേഷു വിധീയതാം. പ്രഭോ നിർണീതമസ്മാഭിഃ യാവന്ന വിഷയോരയഃ. ശത്രുക്കൾ നമ്മുടെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. ഇനി ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ രാജാക്കന്മാർ അവലംബിക്കുന്നത് 4 ഉപായങ്ങളാണ്. ചതുരുപായങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. സാമം, ദാനം, ഭേദം, ദണ്ഡം. ഇതാണ് രാജാക്കന്മാർ അവലംബിച്ചിരുന്ന 4 യുദ്ധതന്ത്രങ്ങൾ. ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള 4 ഉപായങ്ങളാണിത്. സാമം, ദാനം, ഭേദം, ദണ്ഡം. എന്താണ് സാമം? സാമം എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞ് ശത്രുവിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. നല്ല വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ, ഡേയ് എൻ്റെ അടുത്ത് അടി കൂടിയ നിൻ്റെ പൊടി പോലും കാണില്ല, അടിച്ച് ലെവലാക്കി കളയും പയലെ എന്ന് പറഞ്ഞ് ഭീഷണിയല്ല, കാര്യങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കി. നീ ആരോടാണ് കളിക്കുന്നതെന്ന് മോനെ നിനക്കറിയില്ല. വെറുതെ നീയും നിൻ്റെ സൈന്യവും എൻ്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സൈന്യത്തിൻ്റെ കൈകൊണ്ട് മരിക്കണ്ട. അതുകൊണ്ട് നീ പോ, വെറുതെ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരണ്ട എന്ന് നല്ലത് പറഞ്ഞ് ശത്രുവിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏർപ്പാടിനെയാണ് സാമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉപായം എന്ന് പറഞ്ഞാൽ ദാനമാണ്. ദാനം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം, ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ച് അവനെന്തെങ്കിലും കാശോ പണമോ അല്ലെങ്കിൽ ഈ രാജാവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമോ, ഡേയ് ഇതുകൊണ്ട് നീ തൃപ്തിപ്പെട്, വല്ല നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കാറില്ലേ നമ്മൾ, അതുപോലെ ശത്രുവിനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കുറേ പൊന്നും നവരത്നങ്ങളും പട്ടോ വളയോ ഇതൊക്കെ കൊടുത്ത്, ഡേയ് വെറുതെ നമ്മൾ തമ്മിൽ എന്തിനാണ് അടിക്കുന്നത്, നിനക്കും നഷ്ടം എനിക്കും നഷ്ടം, അതുകൊണ്ട് ഈ കിട്ടിയതും വാങ്ങിച്ചുകൊണ്ട് സ്ഥലം വിട് എന്ന് പറഞ്ഞ് ശത്രുവിനെ പിന്തിരിപ്പിക്കുന്നതാണ് ദാനം. എന്തെങ്കിലും കൊടുത്ത് ഒതുക്കുന്നത്,
അതാണ് ദാനം. മൂന്നാമത്തെ ഉപായം എന്ന് പറയുന്നത് ഭേദമാണ്. ഭേദം എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. അതായത് ശരിക്കും ഭീഷണി. അതായത് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവനോടെ തിരിച്ചു പോകില്ല. ഞാനടിച്ച താങ്കമാട്ടൻ 4 മാസം തൂങ്കമാട്ടൻ മോദിപ്പാര് വീട് പോയി ശേരമാട്ടെ എന്നോട് അടിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ച് വീട്ടിൽ പോവില്ല എന്ന് പറയില്ലേ. വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ വന്നത്. ഈ റോഡിൽ കുറിയെ ചാടുമ്പോഴോ അല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോഴോ ആളുകൾ അടിക്കുന്ന ഒരു ഡയലോഗ്, അനിയ നീ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ വന്നത്. അതായത് തിരിച്ച് വീട്ടിൽ പോവുമോ, ചാവാൻ വേണ്ടിയാണോടാ ഈ വണ്ടിയിൽ ചാടി കയറുന്നത് എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ വെറുതെ മോനെ ഞങ്ങളോട് കൂടെ അടിക്കണ്ട, അടിച്ചു കഴിഞ്ഞാൽ ലെവലാക്കി കളയും, ജീവനോടെ തിരിച്ചു പോവില്ല എന്ന് ശരിക്കും ഭീഷണി മുഴക്കുന്നതിനെയാണ് ഭേദം എന്ന് പറയുന്നത്. ഇതാണ് ചതുരുപായങ്ങളിൽ ആദ്യത്തെ 3 4ാമത്തെ ഒരു ഉപായമുണ്ട്. അതിൻ്റെ പേരാണ് ദണ്ഡം. ദണ്ഡം എന്ന് പറഞ്ഞാൽ ഇറങ്ങി അടി, കണ്ണടച്ചോണ്ട് അടി തുടങ്ങുക. ചാർജ് എന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ ഉത്തരവിടുമ്പോൾ പോലീസുകാർ ലാത്തിയും കൊണ്ട് പിന്നെ ഒരു നോട്ടമില്ല, കണ്ണി കാണുന്നവനൊക്കെ അടിയാണ്. ഈ കാഴ്ച കാണാൻ വന്നിരിക്കുന്നവനും കിട്ടും അടി. അതുകൊണ്ട് ലാത്തി ചാർജ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് വായി നോക്കിയിരിക്കരുത്, അടി ഉറപ്പാണ്. കാരണം അവർ തലങ്ങനെയും വിലങ്ങനെ അടിച്ച് ലെവലാക്കി കളയും. മുഖം നോക്കാതെയുള്ള അടിയാണ്. ആ കൂട്ടത്തെ എങ്ങനെയെങ്കിലും പിരിച്ചുവിടാൻ വേണ്ടി ആ പോലീസുകാർ ശ്രമിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ചെന്ന് നിൽക്കുന്നത്, കാഴ്ച കാണുന്നത് അത്ര ബുദ്ധിയല്ല. അപ്പോൾ ഈ മന്ത്രിമാരെന്താണ് പറയുന്നത് രാജാവിനോട്? രാജാവേ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ തീരുമാനം എടുത്തിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശത്രുക്കൾ നമ്മുടെ തൊട്ടടുത്തെത്തിയത് കൊണ്ട് ഇനി സാമം, ദാനം, ഭേദം ഈ 3 ഉപായങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. അവരെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചെറുത്ത് നിൽക്കുക, അതായത് യുദ്ധം ചെയ്യുക. ഇതല്ലാതെ വേറെ ഒരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ത്രയാണാമപ്യുപായാനാം ദണ്ഡഃ തേഷു വിധീയതാം. 3 ഉപായങ്ങൾ പരാജയപ്പെട്ട നിലയ്ക്ക് 4ാമത്തെ ഉപായം, അതായത് അടിക്കുക, യുദ്ധം ചെയ്യുക, അത് തന്നെയാണ് നമ്മൾ ഈ സമയത്ത് അനുവർത്തിക്കേണ്ടത് എന്ന് മന്ത്രിമാർ രാജാവിനോട് പറഞ്ഞു. യാവതിഥി സാകല്യേ വിചാര്യ സകലം നിർണീതം ഇത്യർത്ഥ. ഞങ്ങൾ അല്പസമയം കൊണ്ട് നല്ലതുപോലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനം ഇതാണ്. കിം നിർണീതം, എന്താണ് തീരുമാനിച്ചത്? അരയഃ ത്രയാണാമപ്യുപായാനാം സാമദാന ഭേദാനാം വിഷയോ ന. ഇവരോട് സാമദാന ഭേദങ്ങൾ പ്രയോഗിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധം തന്നെയാണ് നമ്മൾ അവലംബിക്കേണ്ട മാർഗം. പ്രണയോനു പ്രവേശോ വാ നകദാചനയഃ കൃതഃ അധുനാതേഷു തം ദേവ കുര്യാത്തേഷു കഥൈവക. പ്രണയം എന്ന് പറഞ്ഞാൽ ലവ്, പ്രേമം എന്നല്ല. പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അനുനയിപ്പിക്കുക, നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. അത് സാധ്യമല്ല. ദാനമാനാദിനാ സ്നേഹ, എന്തെങ്കിലും പൈസയോ പൊന്നോ പൊരുളോ ഒക്കെ കൊടുത്തോ അല്ലെങ്കിൽ അവരെ ആദരിച്ചോ ഒന്നും ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. അനുപ്രവേശ സ്വപക്ഷീയാണാമേവ കേഷാഞ്ചിത് ശരണാഗതിച്ഛലേന കാകോലൂകന്യായേന തദ്വധായ അന്തഃപ്രവേശ. അനുപ്രവേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ കുറേ പേരെ അവരുടെ സൈന്യത്തിൻ്റെ ഇടയ്ക്ക് കടത്തിവിട്ട് അവരെ തകർക്കാം. അതായത് അങ്ങനെയുണ്ടല്ലോ ഈ ചാരന്മാരെ, അവരുടെ കക്ഷിയിൽപ്പെട്ട ആൾക്കാരെ പോലെ നമ്മുടെ സൈനികന്മാരെ അവരുടെ സൈന്യത്തിൻ്റെ ഇടയ്ക്ക് കയറ്റി അങ്ങനെയുള്ള തറപ്പരിപാടി അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതും ഇവിടെ യുക്തമല്ല. അങ്ങനെ ശത്രുക്കളുടെ ഇടയ്ക്ക്
തൻ്റെ ആൾക്കാരെ തിരികെ കയറ്റുക. അതിനൊരു പേര് പറയുന്നുണ്ട്, കാകോലൂക ന്യായം. ഈ കാക്കയും മൂങ്ങകളും തമ്മിൽ പണ്ട് ഒരു ശത്രുതയുണ്ടായിരുന്നു. ആ കഥ കേട്ടിട്ടുണ്ടോ? പഞ്ചതന്ത്രത്തിൽ വരുന്ന കഥയാണ്. കാകോലൂകീയം, കാകം കാക്ക, ഉലൂകം മൂങ്ങ. ഈ മൂങ്ങകൾ എന്താ ചെയ്തത്? ഈ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ കഥ? ഈ ഉണങ്ങിയ പുല്ലും ചകിരിയൊക്കെ കൊണ്ട് ഈ മൂങ്ങകളുടെ ആ പൊത്തിലൊക്കെ കൊണ്ടുവച്ചിട്ട് അവസാനം അതിന് തീ വെച്ച് മൂങ്ങകളെയൊക്കെ കൊല്ലുന്നത്. മൂങ്ങകളെയാണോ കാക്കകളെയാണോ കൊല്ലുന്നത്? അത് ശിബിരത്തിൽ കയറി ആ കൂടാരങ്ങൾക്കൊക്കെ തീ വെച്ച്, അതെ, അത് കണ്ടിട്ടാണ്. പക്ഷേ ഈ കഥ എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും കാക്കകളും മൂങ്ങകളും തമ്മിൽ ഒരു ശണ്ടയുണ്ടായപ്പോൾ മൂങ്ങകൾ കാക്കയുടെ ഇടയ്ക്ക് കയറിയിരുന്നു, അല്ലെങ്കിൽ കാക്കകൾ മൂങ്ങകളുടെ ഇടയ്ക്ക് കയറി. അതായത് ശത്രുപക്ഷത്തിൽ പ്രവേശിച്ച് അവിടെ ഇരുന്ന് ഈ തുരപ്പൻ്റെ പണി കാണിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് ആപ്പോയ്ക്കുക എന്നർത്ഥം. അങ്ങനെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത്, അതാണ് കാകോലൂക ന്യായം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം അംഗീകരിക്കാമോ എന്ന് ചോദിച്ചാൽ അതും ഈ സമയത്ത് യുക്തമല്ല. തേഷു ശത്രുഷു തേഷു താദൃശേഷു യശോഹരേഷു ഉപായേഷു കർത്തവ്യത കഥൈവ കാ. ഇനി അവരെ നമ്മൾ അടിയൊന്നും കൂടണ്ട, ശണ്ടയ്ക്കൊന്നും യുദ്ധത്തിനൊന്നും തയ്യാറാകണ്ട, രമ്യതയിൽ നമുക്ക് പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാം, അങ്ങനെയൊന്നും അവരോട് ഒരു സന്ധി സംഭാഷണം ചെയ്യുന്നതിലും അർത്ഥമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ യുദ്ധം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉള്ളൂ. യുദ്ധം ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ല. പാപാമ്ലേച്ഛാധനാഢ്യാശ്ച നാനാദേശ്യാ സുസംഹതാഃ ബഹവോ ലബ്ധരന്ധ്രാശ്ച സാമാദേർനാസ്പദം ദ്വിഷഃ. ഈ ശത്രുക്കൾ മഹാപാപികളാണ്, മ്ലേച്ഛന്മാരാണ്, അല്പം പോലും കണ്ണിച്ചോരയില്ലാത്തവന്മാരാണ്. ധനാഢ്യാഹ, വലിയ സമ്പത്തിൻ്റെ ഉടമകളാണ്. പല ദേശങ്ങളിലുള്ള ഭടന്മാരും ഈ ശത്രുപക്ഷത്തുണ്ട്. എല്ലാവരും ഒരേ ദേശത്ത് നിന്ന് വന്നവരല്ല. പല ദേശങ്ങളിലുള്ള ഭടന്മാർ ഒത്തുചേർന്ന് ഒരു വലിയ സൈന്യമായി നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ മാരക ആയുധങ്ങളുമുണ്ട്. ബഹവോ ലബ്ധരന്ധ്രാശ്ച, അവരുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറുക, അവരുടെ ഇടയ്ക്ക് കയറി അവരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് യുദ്ധമല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമില്ല. കിഞ്ചിത് വിശ്വാസാർഹേഷു അനാഢ്യേഷു സാമദാനോപായ പ്രവൃത്തിരേതേതു ന താദൃശ ഇത്യാഹ. സാമം, ദാനം, ഇതൊന്നും, ഭേദം, ഭീഷണി, ഇതൊന്നും ശത്രുക്കളിൽ ഫലപ്രദമാവില്ല. മ്ലേച്ഛാഹ പ്രത്യന്തദേശവാസിനഃ, ഒരു പ്രത്യേക ദേശത്തിൽ താമസിക്കുന്നവരെയാണ് മ്ലേച്ഛന്മാർ എന്ന് പറയുന്നത്. മ്ലേച്ഛദേശം എന്നൊരു ദേശം പണ്ടുണ്ടായിരുന്നു. അതായത് വെറും അല്പം പോലും സംസ്കാരമില്ലാത്തവർ, രണ്ടാം വാക്കിന് കയറി അടിക്കുന്നവർ, നിർദ്ദയന്മാർ, അവരെയാണ് മ്ലേച്ഛന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ആ മ്ലേച്ഛന്മാർ ഈ ശത്രുപക്ഷത്ത് ധാരാളമുണ്ട്. ലബ്ധരന്ധ്രാഹ ജ്ഞാതാസ്മച്ഛിദ്രാഹ, അവർ നമ്മുടെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് എവിടെയാണ് നമ്മുടെ സൈന്യത്തിൽ സുഷിരങ്ങളുള്ളത്, അതായത് എവിടെയാണ് വീക്കായിട്ടുള്ളത്, ആ ഭാഗത്തൂടെ അവർ ഇടിച്ചു കയറും. ഏത് സൈന്യത്തിനും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടാവും. അത് അവർ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല. തത്സുസാഹസമേവേദം വർജയിത്വാ പ്രതിക്രിയ നാന്യാസ്തി ശീഘ്രമേവാദോ രണോദ്യോഗോ വിധീയതാം. അവർ എന്തിനും തയ്യാറായി സന്നദ്ധരായി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട്
നമ്മുടെ മുമ്പിൽ മറ്റൊരു പരിഹാരമാർഗവും ഇല്ല. അവരുടെ മുന്നേറ്റത്തെ, അവരുടെ ആക്രമണത്തെ തടയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്തായാലും യുദ്ധം ചെയ്യുക, അതല്ലാതെ മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് എന്താ, പെട്ടെന്ന് തന്നെ ഒരു പടപ്പുറപ്പാടിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചാലും, അതായത് സൈന്യത്തെയൊക്കെ പെട്ടെന്ന് വിളിച്ചുകൂട്ടി യുദ്ധത്തിന് തയ്യാറാകാൻ രാജാവെ അങ്ങ് ആജ്ഞാപിച്ചാലും, വീരാണാം ദീയതാമാജ്ഞാ പൂജ്യന്താം ഇഷ്ടദേവതാഃ ആഹൂയന്താം ച സാമന്ത ഹന്യതാം രണദുന്ദുഭിഃ. വീരാണാം ദീയതാമാജ്ഞാഃ, വീരന്മാർ സേനാനായകന്മാരോട് അങ്ങ് ആജ്ഞാപിച്ചാലും, പൂജ്യന്താം ഇഷ്ടദേവതാഃ, അങ്ങയുടെ ഇഷ്ടദേവനെ പൂജിച്ചോളൂ. കാരണം ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റൂ. യുദ്ധത്തിൽ വിജയം നേടാൻ ഭഗവത് അനുഗ്രഹവും കൂടെ വേണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പണ്ടൊക്കെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമായിരുന്നു. അമ്പലത്തിൽ ചെന്ന് ആ പേന പൂജിക്കാൻ കൊടുക്കും. പഠിത്തം മാത്രമില്ല, പേനയെ പൂജിച്ചത് കൊണ്ട് മാത്രം പരീക്ഷ പാസ്സാവില്ലല്ലോ. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 4-5 പഠിക്കുമ്പം ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ലക്ഷ്മി ക്ഷേത്രമുണ്ട്. ലക്ഷ്മി നട എന്നാണ് പറയുന്നത്. കൊല്ലത്തുള്ള ഒരു സ്ഥലമാണ് ലക്ഷ്മി നട. അപ്പോൾ അമ്മ പറയും, അമ്പലത്തിൽ ചെന്ന് അവിടെ ഒരു ചെറിയ അത്ര വലുതല്ല, ചെറിയ ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിനെ 12 പ്രദക്ഷിണം ചെയ്യണം, 12 പ്രാവശ്യം അതിനെ വലം വരണം. എന്നിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം ഓർമ്മ വരും. പഠിച്ചിട്ടുള്ളത് മാത്രമേ ഓർമ്മ വരൂ, പഠിക്കാത്തത് ഓർമ്മ വരില്ല. എന്നാലും പഠിച്ചത് ആ പരീക്ഷാ ഹാളിൽ ഓർമ്മ വരാൻ ഒരു ഈശ്വര കടാക്ഷം വേണമല്ലോ. അപ്പോൾ ആ ദൈവാനുഗ്രഹത്തിനായി ഇങ്ങനെയൊക്കെ അമ്പലത്തിൽ പോകാനും അരയാലിനെ പ്രദക്ഷിണം ചെയ്യാനും ഒക്കെ അമ്മ പറയുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ദൈവത്തെ ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഒക്കെ താന്തോന്നികളായി മാറിക്കഴിഞ്ഞു. കുട്ടികൾ ശരി, മുതിർന്നവർ ശരി. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. പൂജ്യന്താം ഇഷ്ടദേവതാഃ, അങ്ങയുടെ ഇഷ്ടദേവതകളെ അങ്ങ് പൂജിച്ചോളൂ. പെട്ടെന്ന് തന്നെ വേണം. യുദ്ധത്തിന് നമ്മൾ ഉടനടി തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആഹൂയന്താം ച സാമന്താഃ, അങ്ങയുടെ അധീനതയിലുള്ള ചെറിയ ചെറിയ രാജാക്കന്മാരെയൊക്കെ ഉടനെ വിളിച്ചു വരുത്തൂ. ഹന്യതാം രണദുന്ദുഭിഃ, പെരുമ്പറകൾ മുഴങ്ങട്ടെ. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ്. പെരുമ്പറ അടിച്ചാണ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ശത്രുക്കളെ അറിയിക്കുന്നത്. അപ്പോൾ ആ ഭേരികൾ അല്ലെങ്കിൽ പെരുമ്പറകൾ മുഴങ്ങട്ടെ. സന്നഹ്യന്താമശേഷേണ നിർഗച്ഛന്തുരണേ ഭടാഃ ക്രിയന്താം കാലകമ്പാഭ്രമേതുരാരാജിതാദിശഃ. സൈന്യത്തെയൊക്കെ പെട്ടെന്ന് തന്നെ വിന്യസിക്കൂ. എല്ലാവരും യുദ്ധക്കളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്തിലേക്ക്, പോർക്കളത്തിലേക്ക് പോകട്ടെ. ഭടന്മാരൊക്കെ ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ തയ്യാറാകട്ടെ. ക്രിയന്താം കാലകൽപാഭ്രമേതുരാരാജിതാദിശഃ. ഒരു വലിയ സൈന്യം നമുക്കുണ്ട്. ഈ സൈന്യം മുഴുവനും ഒരുമിച്ച് യുദ്ധത്തിനായി തയ്യാറായി പോകുമ്പോൾ ഒരു വലിയ കാർമേഘക്കൂട്ടം ആകാശത്തിൽ ഇരമ്പി വരുന്നത് പോലെ ശത്രുക്കൾ ഈ സേനാ വിന്യാസത്തെ കണ്ട്, അല്ലെങ്കിൽ ഈ സൈന്യത്തിൻ്റെ വരവ് കണ്ട് തന്നെ അവർ ഭയപ്പെടണം. അങ്ങനെ നമ്മുടെ സൈന്യം ഈ യുദ്ധമുഖത്തെ ലക്ഷ്യമാക്കി നീങ്ങട്ടെ.